നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കേരളത്തിലെ പ്രധാന പുരസ്കാരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ഒരു പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തേത് കേരള പുരസ്കാരം. എന്താ ഈ കേരള പുരസ്കാരം? പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കേരള പുരസ്കാരം. പത്മ പുരസ്കാരം എന്ന് പറയുമ്പോൾ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ ഇതേ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം, സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ് കേരള പുരസ്കാരങ്ങൾ? കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്നിവയാണ് കേരള പുരസ്കാരങ്ങൾ. ഒന്നുകൂടി, പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം. കേരള പുരസ്കാരങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. ഇതിൽ ഒന്നാമത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? കേരള ജ്യോതിയാണ്. കേരള ജ്യോതി. അത് തന്നെ ഓർക്കുക, ഒരു വിളക്ക് കത്തിച്ചു അല്ലെങ്കിൽ ജ്യോതി കത്തിച്ചാൽ മാത്രമേ പ്രകാശം പരക്കത്തുള്ളൂ. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്? ജ്യോതിയാണ്. അപ്പോൾ പരമോന്നത പുരസ്കാരം, ഒന്നാമത്തെ പരമോന്നത പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ കേരള ജ്യോതി. രണ്ടാമത്തെ പരമോന്നത പുരസ്കാരം, ഇപ്പൊ ജ്യോതി കത്തിക്കുമ്പോഴത്തേക്കും പ്രഭ വരുന്നു, കേരള പ്രഭ. കേരള പ്രഭയാണ് രണ്ടാമത്തെ പരമോന്നത പുരസ്കാരം. ഇനി പ്രകാശം പകരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഐശ്വര്യം വരുന്നു. അപ്പൊ മൂന്നാമത്തെ പുരസ്കാരം ഏതാന്ന് ചോദിച്ചാൽ കേരള ശ്രീ. ശ്രീ എന്നാൽ ഐശ്വര്യം. അപ്പൊ ഒന്നാമത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? കേരള ജ്യോതി. രണ്ടാമത്തെ പരമോന്നത പുരസ്കാരം ഏതാ? കേരള പ്രഭ. മൂന്നാമത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? കേരള ശ്രീ. കേരള ശ്രീ. ഇനി കേരള പുരസ്കാരത്തിന് നൽകുന്ന പതക്കങ്ങൾ, മെമന്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ആര്? ഗോഡ്ഫ്രേ ദാസ്. ഗോഡ്ഫ്രേ ദാസ് ആണ് കേരള പുരസ്കാരത്തിന് നൽകുന്ന പതക്കങ്ങൾ, മെമന്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത്. ആരാണ്? ഗോഡ്ഫ്രേ ദാസ്. ഇനി 2023 പുരസ്കാരങ്ങളിലേക്ക് പോകാം. 2023 കേരള പുരസ്കാരം. കേരള ജ്യോതി ലഭിച്ചത് ടി പത്മനാഭനാണ്. ഇമ്പോർട്ടന്റ് ചോദ്യം. 2023 കേരള പുരസ്കാരം, കേരള ജ്യോതി ലഭിച്ചത് ആർക്ക്? ടി പത്മനാഭൻ. ടി പത്മനാഭൻ. ടി പത്മനാഭൻ. അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഭാഗം ഏതാണ്? സാഹിത്യമാണ്. സാഹിത്യം. ഇനി കേരള പ്രഭ 2 പേർക്കാണ് ലഭിച്ചത്. ജസ്റ്റിസ് എം ഫാത്തിമ ബി വി. ജസ്റ്റിസ് എം ഫാത്തിമ ബി വി. വിഭാഗം സാമൂഹിക സേവനം, സിവിൽ സർവീസ്. അപ്പൊ കേരള പ്രഭ പുരസ്കാരം 2 പേർക്ക് ലഭിച്ചു. ഒന്ന് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി, മറ്റൊരാൾ നടരാജ കൃഷ്ണമൂർത്തി അഥവാ സൂര്യ കൃഷ്ണമൂർത്തി. നടരാജ കൃഷ്ണമൂർത്തി അഥവാ സൂര്യ കൃഷ്ണമൂർത്തിക്കാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ കേരള പ്രഭ പുരസ്കാരം 2023 2 വ്യക്തികൾക്ക് ലഭിച്ചു. ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും നടരാജ കൃഷ്ണമൂർത്തിക്കും. നടരാജ കൃഷ്ണമൂർത്തിയുടെ വിഭാഗമേതാ? കലയാണ്. കല. ഇനി കേരള ശ്രീ പുരസ്കാരം. കേരള ശ്രീ പുരസ്കാരം 5 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെ? പുനലൂർ സോമരാജൻ, ഡോക്ടർ വി പി ഗംഗാധരൻ, രവി ഡി സി, കെ എം ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ചുവടെ തന്നിരിക്കുന്നതിൽ 2023 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തുക, അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ലാത്ത വ്യക്തികളെ കണ്ടെത്തുക എന്ന് ചോദിക്കാം. അപ്പൊ പുനലൂർ സോമരാജൻ, അദ്ദേഹം സാമൂഹിക സേവനമാണ്. ഇദ്ദേഹത്തിന്റെ വിഭാഗം സാമൂഹിക സേവനം. ഡോക്ടർ വി പി ഗംഗാധരൻ ആരോഗ്യ മേഖലയാണ്. രവി ഡി സി വ്യവസായ വാണിജ്യം. കെ എം ചന്ദ്രശേഖർ സിവിൽ സർവീസ്. പണ്ഡിറ്റ് രമേശ് നാരായൺ കല, സംഗീതം. ഈ 5 പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം 2023 ലഭിച്ചത്. ടി പത്മനാഭൻ കേരള ജ്യോതി, കേരള പ്രഭ ജസ്റ്റിസ് എം ഫാത്തിമ ബി വി, നടരാജ കൃഷ്ണമൂർത്തി അഥവാ സൂര്യ കൃഷ്ണമൂർത്തി. കേരള ശ്രീ പുരസ്കാരം പുനലൂർ സോമരാജൻ, ഡോക്ടർ വി പി ഗംഗാധരൻ, രവി ഡി സി, കെ എം ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ. പ്രഥമ കേരള പുരസ്കാരം. ആദ്യത്തെ കേരള പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? ലഭിച്ചത് ആർക്കൊക്കെയാണ്? കേരള ജ്യോതി പുരസ്കാരം. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ്. അതൊന്ന് ഓർത്തു വെക്കാം. PSC ചിലപ്പം ആദ്യത്തെ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിക്കാം. പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവ് എം ടി വാസുദേവൻ നായർ. പ്രഥമ കേരള പ്രഭ പുരസ്കാരം 3 പേർക്കാണ് ലഭിച്ചത്. ആദ്യമായിട്ട് കേരള പ്രഭ പുരസ്കാരം 3 പേർക്കാണ് ലഭിച്ചത്. മമ്മൂട്ടി, ഓംചേരി എൻ എൻ പിള്ള, ടി മാധവ മേനോൻ. മമ്മൂട്ടി, ഓംചേരി എൻ എൻ പിള്ള, ടി മാധവ മേനോൻ എന്നിവർക്കാണ്
പ്രഥമ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് കേരളശ്രീ പ്രഥമ കേരളശ്രീ 6 പേർക്ക് ലഭിച്ചു. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളുടെ പേര് പറയാം. ഗോപിനാഥ് മുതുകാടിന് ലഭിച്ചു. കാനായി കുഞ്ഞിരാമന് ലഭിച്ചു. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിക്ക് ലഭിച്ചു. വൈക്കം വിജയലക്ഷ്മി തുടങ്ങി 6 പേർക്കാണ് ലഭിച്ചത്. 6 പേരുടെയും പേര് ഞാനൊന്ന് പറയാം. ഗോപിനാഥ് മുതുകാട്, കാനായി കുഞ്ഞിരാമൻ, വൈക്കം വിജയലക്ഷ്മി, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, MP പരമേശ്വരൻ, ഡോക്ടർ സത്യഭാമാദാസ് ബിജു. ഈ 6 പേർക്കാണ് പ്രഥമ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. MT വാസുദേവൻ നായർ. പ്രഥമ കേരള പ്രഭ പുരസ്കാരം മമ്മൂട്ടി, ഓംചേരി NN പിള്ള, T മാധവ മേനോൻ. ഓക്കെ, അടുത്ത PSC എപ്പോഴും ചോദിക്കുന്നതാണ് കഥകളി പുരസ്കാരം. 2022 കേരള സർക്കാരിന്റെ സംസ്ഥാന കഥകളി പുരസ്കാരം 2022 ലഭിച്ചത് കലാമണ്ഡലം രാം മോഹൻ. കലാമണ്ഡലം രാം മോഹനാണ് 2022 കേരള സർക്കാരിന്റെ സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത്. 2021, 20, 19 കൂടി ഒന്ന് ഓർത്തിരിക്കാം. 21 കലാനിലയം രാഘവൻ, 20 സദനം ബാലകൃഷ്ണൻ, 19 വാഴയങ്കട വിജയൻ. അപ്പൊ 19 വാഴയങ്കട വിജയൻ, 20 സദനം ബാലകൃഷ്ണൻ, 21 കലാനിലയം രാഘവൻ, 22 കലാമണ്ഡലം രാം മോഹൻ. അടുത്തത് OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2022 ഞാൻ എഴുതിയിരിക്കുന്നത്. 2022 നോവൽ വിഭാഗം PF മാത്യൂസിന്റെ അടിയാളപ്രേതം എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് PF മാത്യൂസിനാണ്. ഇദ്ദേഹത്തിന്റെ അടിയാളപ്രേതം എന്ന നോവലിന്. കഥാവിഭാഗത്തിൽ VM ദേവദാസിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ ഏത് കഥയ്ക്ക്? കാടിന് നടുക്കൊരു മരം എന്ന കഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. യുവകഥാ വിഭാഗത്തിൽ VN നിതിനാണ് പുരസ്കാരം ലഭിച്ചത്. ചാച്ചൻ എന്ന കഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നോവൽ വിഭാഗം, കഥാവിഭാഗം, യുവകഥാ വിഭാഗം. നോവൽ വിഭാഗത്തിൽ PF മാത്യൂസിന്, കഥാവിഭാഗത്തിൽ VM ദേവദാസിന്, യുവകഥാ വിഭാഗത്തിൽ VN നിതിനാണ്. ഇവരുടെ നോവൽ കഥ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കാം. നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ PF മാത്യൂസിന്റെ നോവൽ ഏത്? അടിയാളപ്രേതം. അപ്പൊ അടിയാളപ്രേതം എന്ന നോവലിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? PF മാത്യൂസ് ആണ്. ഓർക്കുക, PF മാത്യൂസ്. VM ദേവദാസിന്റെ കാടിന് നടുക്കൊരു മരം എന്ന കഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി VN നിതിന്റെ ചാച്ചൻ എന്ന കഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഓർക്കുക. അടുത്തത് സ്വരാജ് ട്രോഫി 2022-23. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പുരസ്കാരങ്ങൾ പറയുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടതാണ്. സ്വരാജ് ട്രോഫി 2022-23. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം 1ാം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ്. 2ാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ് ലഭിച്ചത്. അപ്പൊ സ്വരാജ് ട്രോഫി 2022-23 ഓർക്കുക. മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെയാണ്. 2ാം സ്ഥാനം ലഭിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം 3 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് പങ്കിട്ടത്. ഏതൊക്കെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഓർക്കുക, ഇമ്പോർട്ടന്റ്. നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. നീലേശ്വരം ഏത് ജില്ല? കാസർഗോഡ് ജില്ല. പെരുമ്പടപ്പ് ഏത് ജില്ല? മലപ്പുറം ജില്ല. വൈക്കം ഏത് ജില്ല? കോട്ടയം ജില്ല. അപ്പൊ നീലേശ്വരം കാസർഗോഡ്, പെരുമ്പടപ്പ് മലപ്പുറം, വൈക്കം കോട്ടയം. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം 1ാം സ്ഥാനം 3 ബ്ലോക്ക് പഞ്ചായത്താണ് പങ്കിട്ടത്. ഓർക്കുക. അടുത്തത് മികച്ച ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം ലഭിച്ചത് വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് ഏത് ജില്ലയാണ്? കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ ഗ്രാമപഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചു. മികച്ച നഗരസഭ പുരസ്കാരം 1ാം സ്ഥാനം ഗുരുവായൂർ, 2ാം സ്ഥാനം വടക്കാഞ്ചേരി. അപ്പൊ മികച്ച ജില്ലാ പഞ്ചായത്ത്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, മികച്ച ഗ്രാമപഞ്ചായത്ത്, മികച്ച കോർപ്പറേഷൻ, മികച്ച നഗരസഭ, ഈ 5 കാര്യങ്ങൾ ഓർക്കുക. മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം തിരുവനന്തപുരം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം എന്നിവയാണ് പങ്കിട്ടത്. മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഏതാണ്? ഗുരുവായൂരാണ്. 2ാം സ്ഥാനം ലഭിച്ചത് വടക്കാഞ്ചേരിക്കാണ്. അടുത്തത് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം 2021-22. ഇമ്പോർട്ടന്റ് ആണ്.
21-22 പുരസ്കാരം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ചോദിക്കാറുള്ളതാണ്. ഇവിടെ 2 പുരസ്കാരങ്ങൾ നിങ്ങൾ ഓർക്കുക. ആദ്യത്തേത് സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരം. IV ദാസ് ആണ്. IV ദാസ് പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. അപ്പൊ IV ദാസ് പുരസ്കാരം 2021-22 സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ്. എന്തിനു വേണ്ടി? സാമൂഹിക സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദനാണ്. M മുകുന്ദൻ. രണ്ടാമത്തെ പുരസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാലാ പ്രവർത്തകന് നൽകുന്ന പുരസ്കാരമാണ്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാലാ പ്രവർത്തകന് നൽകുന്ന PN പണിക്കർ പുരസ്കാരത്തിന് അർഹനായത് ഇയ്യങ്കോട് ശ്രീധരനാണ്. ഇയ്യങ്കോട് ശ്രീധരൻ. അപ്പൊ ഈ 2 പുരസ്കാരങ്ങളൊന്ന് ഓർത്തിരിക്കുക. IV ദാസ് പുരസ്കാരം M മുകുന്ദൻ, അത് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നതാണ്. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകന് നൽകുന്ന PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇയ്യങ്കോട് ശ്രീധരനാണ്. ഇയ്യങ്കോട് ശ്രീധരൻ. ഓക്കെ, അപ്പൊ ഇത്രയും പുരസ്കാരങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടും കേരള പുരസ്കാരങ്ങൾ. കേരള പുരസ്കാരം 2023-2022 പറഞ്ഞു. കഥകളി പുരസ്കാരം ഓർക്കുക. OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ഓർക്കുക. സ്വരാജ് ട്രോഫി 2022-23 ഓർക്കുക. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം 2021-22 ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് നന്നായിട്ട് തന്നെ ഓർത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.